ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ക്രേസി ബോയ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിമല്ല, നമ്മൾ ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ്. മൈൻക്രാഫ്റ്റ് 1 ബ്ലോക്ക് സീരീസുമായിട്ടാണ് ഗൈസ്. പാർട്ട് 2 ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യേ. ഇന്നത്തെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതാക്കണം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വീട് പണിയണം. ഇവിടെ വീട് പണിയണം. പിന്നെ ഇന്നലെ ഞാൻ കുറേ കളിച്ചു. എന്നിട്ട് ലാവിയും കിട്ടി, വാട്ടറും കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റോണേജും ആയി. നമുക്ക് അയൺ സോഡൊക്കെ ജസ്റ്റിന് കിട്ടി. പിന്നെ എഫിഷ്യൻസി 1ൻ്റെ ഒരു പിക്കാസും കിട്ടി. കോഴി നമ്മളെ വീടിൻ്റെ സ്ഥലത്ത് പോയി. ഇവിടെ ഞാനതൊന്നും നടക്കൂല. അടുത്തവൻ ഓക്കെ. നമ്മളെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാ ഫുഡും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ മഷ്റൂം കൗന്ന് മിൽക്ക് ഇതാക്കി എടുക്കുകയാണ്. ഉണ്ടോ നല്ല ഇതുണ്ട്, ഹങ്കറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും സീരീസും വേറെ ഏതെങ്കിലും ഗെയിംസൊക്കെ കളിക്കണേ കമൻറ്റ് ചെയ്യുക. ഞാൻ കളിക്കുന്നതായിരിക്കും. ഇന്നലെ കുറേ ഓഫ് ക്യാം ആയിട്ട് കളിച്ചു, അതാണ് ഇത്രയും ആക്കാൻ പറ്റിയത്. ഓക്കെ, ഇവിടെയാണ് വീടുണ്ടാക്കാൻ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ വെപ്പൺ ഏരിയ. ഇവിടെ പിന്നെ പുല്ല് കാര്യങ്ങൾ സീഡ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെയ്യുന്നു, ഇത് എടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ. എന്താണ് മറന്നുപോയി. അപ്പം മരമൊക്കെ വലുതായിക്കുന്നേ. നമ്മൾ ആ മരം കൂടി വെട്ടിയിട്ട് ഇവിടെ ഞാൻ വീടുണ്ടാക്കും. നമുക്ക് മരമൊക്കെ മുറിക്കാം. നമുക്ക് മരം മുറിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ട്, ലൈക്ക് അടിക്കണം ഗൈസ്. നമ്മളെ 100 ആണ് ലൈക്ക് ടാർഗറ്റ്. എപ്രാവശ്യത്തെയും പോലെ തന്നെ അടിച്ച് പൊളിക്ക് ഗൈസ്. നമുക്ക് അടുത്ത മരം വെട്ടാം. മരമൊക്കെ വെട്ടി നമുക്ക് ഫുൾ ഓൺ പവർ ആവണം. ഒരു 22 മരം കിട്ടുമോ? 22 ഇല്ല, 20 മതി. 20 മരമാണ് ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ഇതാക്കുക. ഓക്കെ, നമുക്ക് ഒരു സ്റ്റാക്ക് ഓഫ് മരം കിട്ടും. അവിടെ ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് വാട്ടറായിരുന്നു. വാട്ടർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വീറ്റിൻ്റെ ഫാം ഉണ്ടാക്കി. വീറ്റ് എന്നല്ല, ഇതൊക്കെ ഉണ്ടാക്കി. ഈ സീഡ്സും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി സീഡ്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു സ്ഥലം ഫുഡിനുണ്ടാക്കി. അപ്പോൾ പിന്നെയും കുറച്ച് നേരം മൈനായപ്പോൾ എനിക്ക് ലാവ് കിട്ടി. അപ്പോൾ ലാവ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്ത്യയിൽ വേണ്ടാത്ത കുറച്ച് ബ്ലോക്സൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. അത് ഇനി കുറച്ചായപ്പോൾ തന്നെ നമ്മളെ സ്റ്റോൺ ഏജിലോട്ട് മാറി. ഇനി നമുക്ക് ആവേണ്ടത് അയണേജാണ്. അയണേജ് ആവുകയെന്ന് അറിയില്ല. ഞാൻ പിന്നെ കുറേ ഓഫ് ക്യാമറയിൽ നിന്ന് കളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇതിന് അമ്മിനിക്കുട്ടിക്ക് ഒന്ന് തീറ്റെടുക്കാം. നമ്മളെ നെയിം ടാഗ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ നെയിം ഇടാത്തത്. ഞാൻ വിളിക്കുന്നത് അമ്മിനിക്കുട്ടി എന്നാണ്. നമുക്ക് വീട്ടിൽ തിരിച്ചേക്കാം. പോയിട്ട് വീട് പണിയാം. വീടിനുള്ള സാധനങ്ങൾ വീട് പണിയണം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. മരങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കട്ടെ. അതിൻ്റെ സ്ഥലത്ത് മരത്തിനൊന്നും ഇപ്പോൾ ഒരു ക്ഷാമല്ല. 11 മരമൊക്കെ ഉണ്ട്. ഇതങ്ങോട്ട് വെക്കുന്നു, പിന്നെ അങ്ങോട്ട് വളരുന്നു. അങ്ങനെയാണ്. ഇപ്പം മരത്തിനൊന്നൊരു ക്ഷാമല്ല അവിടെ. ഫസ്റ്റ് എന്ന് വെച്ചാൽ മരമൊന്നും കിട്ടൂല. ഇനി നമുക്ക് വീടിനുള്ള പണികൾക്കാ സാധനങ്ങളൊക്കെ കിട്ടി.
ഇന്നത്തെ മെയിൻ ഗോളാണ് വീടുണ്ടാക്കല്. അറിയാൻ വിചാരിക്കുന്നു. അത് തീർന്നു. ഇനി നമുക്ക് ഇനി വീടുണ്ടാക്കാം. ഫസ്റ്റ് അവിടെ ഉണ്ടായിക്കോ. അങ്ങനെ ഒന്നുകൂടി. ഓക്കെ. ഇനി അതിന് നേരെ അവിടെ കട്ടെ. നേരെ കുട്ടികളെ നേരെ നമുക്ക് ഇവിടെയുള്ള വീടിൻ്റെ ഉള്ളിലുള്ള ഡേട്ട് മാറ്റിയിട്ട് വീടിൻ്റെ അകംഭാഗത്ത് ഉണ്ടാവില്ലോ, അവിടെ ഡേട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് വെക്കണം ഗൈസ്. എന്താണ് ഇതിൻ്റെ പേര്? സ്ലാബ്. വുഡിൻ്റെ സ്ലാബ് വെക്കണം ഗൈസ്. പേരൊന്നും കിട്ടില്ല. മെല്ലെ അവിടുന്ന് കിട്ടൂല. ഞാൻ എന്തെങ്കിലും ഇറങ്ങാം. ഓക്കെ, അടച്ച് അയ്യോ അങ്ങനല്ല. അങ്ങനല്ലടാ, തിരിച്ചു വെക്ക്. ഇതിന്നെ മൾട്ടിപ്ലെയർ കളിക്കണേ കമൻറ്റ് ചെയ്യുക. അയ്യോ കമൻറ്റ് ചെയ്യാൻ ഞാൻ കളിക്കുന്നതായിരിക്കും മൾട്ടിപ്ലെയർ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം. കൂട്ടുകാരനെ കുറച്ച് ബിസിയാണ്, അതാണ് ഞാൻ ഇന്ന് വരാത്തത്. നമ്മൾ നാളെ നോക്കട്ടെ. നാളെ പറ്റുമോ നോക്കിയിട്ട് നാളെ റെഡിയാക്കാം. ഇപ്പോൾ വീട് പണിയാ. അവനടുത്ത് ചോദിച്ചു നോക്കണം, വരുന്നുണ്ടോയെന്ന് ചോദിച്ചു നോക്കണം. വരിക എനിക്കും മനസ്സുണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വരും, നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ചെറുക്കന്മാരൊപ്പം വരാം. ചെറുക്കന്മാരൊപ്പം ഇതിപ്പോൾ ഇടക്കട്ടെ. വുഡ് മാത്രം മതി. വുഡ് സ്റ്റോണാക്സും മാത്രം മതി. ഓക്കെ, അവിടെ സെറ്റ്. അവിടെ സെറ്റാക്കാം. ഇനി നമുക്ക് മോള് ഭാഗം റെഡിയാക്കണം. അല്ല 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 ആ കിട്ടി. ഇവിടെ കയറും. അയ്യോ താഴത്തൊക്കെ നോക്കല്ലേ. അയ്യോ പേടിയാണ്. താഴത്തൊക്കെ വീഴാൻ മൊത്തം പോകും. ഇപ്പൊ സ്റ്റോണേജ് ഒക്കെ അപ്ഗ്രേഡ് ആയതിനു ശേഷം വുഡും ഡേട്ടും കിട്ടൽ കുറവാണ്. അതാണ് മെയിൻ സാധനങ്ങൾ, അത് കിട്ടൽ കുറവാണ്. ഇനി നമുക്ക് മേലെ ഇതാക്കാം. മെല്ലെ ധൃതി വേണ്ട. നമുക്ക് ഇത് പൊട്ടിക്കാം. ആടൊക്കെ സ്പോൺ ചെയ്തിരിക്കുന്നു. ഞാൻ കുറേ വട്ടം ചത്തിക്കുന്നത് ഒരു 10-12 വട്ടം ചത്തിട്ടുണ്ടാവും ഗൈസ്. മാതിരി അവസ്ഥയാണ്. എന്തല്ലേ പറയാ. അയ്യോ വുഡ് പ്ലാങ്ക്, സോറി വുഡെന്ന് എന്തെങ്കിലും തെറ്റു അറിയുന്നത് ക്ഷമിക്കണം. പ്ലാങ്ക് എടുത്ത് ഇവിടെ സെറ്റ് ആക്കുക. ഓക്കെ, കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കി വെക്കണം. നമുക്ക് ചെയ്യാം. വുഡ് എടുത്തോ. വുഡ് പൊട്ടിക്ക. ഓക്കെ സെറ്റ്. നമ്മളെ വീട് സെറ്റാണ്. ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമുക്ക് ഇതാക്കണം. എന്നാലും
നേരെ എന്ത് ചെയ്യണം? എന്ത് ഇതിൻ്റെ പേരെന്താണ്? സ്ലാബ് 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 വുഡിൻ്റെ സ്ലാബ് ചെയ്യണം. എടുക്കും. തുറന്നു. എത്താറുള്ളൂ. ഈ നാളെ വന്നിട്ട് എല്ലാത്തിനും കൊല്ലും. ഇത് അത്തോട്ടെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ കൊല്ലും. രാത്രിയാകുന്നു, രാത്രി. ഓക്കെ, കിടന്നുറങ്ങാം. നിനക്ക് കൊല്ലണം. ആ ചടങ്ങ് ചാട്ട അടിയടാ. ഫുഡൊക്കെ ഇഷ്ടം പോലെ, ഫുഡും വീളൊക്കെ ഇഷ്ടം പോലെ. സ്ലാബ് ഉണ്ടാക്കിയില്ല, സ്ലാബ് ഉണ്ടാക്കിയിട്ടല്ലേ. സ്ലാബ് ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഓക്കെ, അത് 42 മതിയാവുന്ന പ്രതീക്ഷിക്കുന്നു. മതിയാവാണ്ടിരിക്കില്ല, ധാരാളം. സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനുമുമ്പ് നമുക്കൊരു ഇതുണ്ടാക്കണം. ശവരി ഫുഡിന്റെ ഒക്കെ മതി പ്രത്യേകല്ലേ. നമുക്ക് സ്റ്റോണിന്റെ ഒന്നൊരു പേടി വേണ്ട. ഡേറ്റൊക്കെ എടുക്കട്ടെ. ഡേറ്റൊക്കെ ഇപ്പൊ കിട്ടാനില്ല. ഡേറ്റൊക്കെ കിട്ടല് കുറവാ. സ്റ്റോണേജ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ലാബ് വെക്കാം. സ്ലാബ് വെച്ചൊക്കെ ഓക്കെ സെറ്റാവുണ്ട്. റെഡിയാണ്. ഇനി മേടിക്കണ്ട, സ്ലാബ് വെച്ച് നിന്നില്ലേ. അല്ല വേണ്ട, അങ്ങോട്ട് വിട്ടാന്ന് വേഗം അങ്ങോട്ട് കഴിപ്പിച്ച. അയ്യോ, സ്ലാബ് വേസ്റ്റായി. വേസ്റ്റ് ചെയ്ത് ഇതൊക്കെ അമൂല്യാണ്. വേഗം പൊട്ടിക്കട്ടെ. പൊട്ടിച്ച് അപ്പോൾ നമ്മളെ ഇവിടെ സ്ലാബ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ മൊത്തം സ്ലാബ് വെക്കട്ടെ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻറ്റ് പിടിയും കൂടി സ്ലാബ് വെക്കട്ടെ. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, അവിടെ ഉള്ളത് മൊത്തം, അവിടെ ഉള്ള ലൂട്ട് മൊത്തം അപ്പുറത്തേക്ക് മാറ്റണം, വീട്ടിലേക്ക് മാറ്റണം. അതാണ് നെക്സ്റ്റ് പണി. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടിട്ടെ, ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഫസ്റ്റ് പെട്ടി നമ്മുടെ ടൂൾസ് പെട്ടി ചെറുതാക്കണമല്ല, വേണ്ടല്ലേ, കിടന്നോട്ടെ. നമുക്ക് കുറേ ടൂൾസ് ഉണ്ടാക്കണം. ഞാൻ സ്റ്റോൺ ജനറേറ്ററൊക്കെ ഉണ്ടാക്കിയതല്ല, അപ്പോൾ നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കി വെക്കണം.
വേഗം പോവുക, എടുക്കുക, ഇടുക, പൊട്ടിക്കുക. അതുകൊണ്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം. ഒരു 5-10 ടൂൾസ് കൊണ്ടുവരും. നമ്മളെ എഫിഷ്യൻസി വൺ ബിക്കാസ് ഇതിവിടെ വെക്കുക. നഗട്ട്, ആ നഗട്ട് എന്താന്ന് വെച്ചാല് ഞാൻ 2 സോഡ് കിട്ടിയെന്ന് എനിക്ക്. ഞാൻ അറിയാണ്ടത് ഇതാക്കി. അവിടെ സോഡ് ഇതാക്കിയാൽ ഞാൻ വിചാരിച്ച നഗട്ട് അല്ല ഇങ്കട്ടായിരിക്കും കിട്ടുക വിചാരിച്ചിട്ട് സോഡ് സ്മെൽറ്റ് ചെയ്ത് ലാസ്റ്റ് പണിയാളി ഒരു നെഗറ്റ് കിട്ടി. അങ്ങനെ കുറേ നെഗറ്റ് വേണം. എത്ര 6 നെഗറ്റായിട്ടോ വേണമെങ്കിൽ ഒരു ഇങ്കട്ട് ഉണ്ടാക്കാൻ. ഞാൻ ഷീൽഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇതാക്കിയതായിരുന്നു. എന്താക്കിയത്, അത് സ്മെൽറ്റ് ചെയ്ത് ലാസ്റ്റ് പണിയാളി സാധനം കിട്ടിയില്ല. 2 അയൺ സോഡ് കിട്ടിയതാണ്. ഒന്നാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ കയറ്റിക്കുക. കുറെ സീഡൊക്കെ കിട്ടിയത് എന്തിനാ അറിയൂല. സീഡൊക്കെ കിട്ടിയത് എന്തിനാ അറിയാലോ. നമുക്ക് ഈ മെയിൻ ചെസ്റ്റ് നമ്മളെ ചപ്പും ചവറും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇട്ടേക്കുന്ന നമ്മളെ ചപ്പും ചവറും ഫുഡും ഒക്കെ ഇട്ടേക്കുന്ന മെയിൻ ചെസ്റ്റ് ഇപ്പോൾ ഫുള്ളാവാറിയിരിക്കുന്നത്. തുറക്കാൻ പറ്റൂല. തുറക്കാൻ പറ്റൂല. പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ. കിട്ടി. ഇവിടെ ചവിട്ടൂലേ? കിട്ടും. എല്ലാ സാധനവും എടുത്തതിൻ്റെ ഉള്ളിൽ കയറ്റട്ടെ. ഒന്നും വേണ്ട. നമ്മളെ 2 സ്റ്റോൺ. ഈ സാധനം വെച്ച് ഉപകാരം ഉണ്ടാവും. എന്താണ് അതിൻ്റെ പേര്? എന്നിട്ട് നമുക്ക് എല്ലാ ഇതിക്കും മാറ്റാം. വീറ്റും ഫുഡ് മൊത്തം മാറ്റാം. ഫുഡൊക്കെ വേറെ തന്നെ നല്ല ഫുഡൊക്കെ ഒരു 2 ലൈന് അങ്ങനെ ആക്കി വെക്കാം. അതപ്പോൾ നല്ലത്. മുട്ട, എഗ് ഇനിയെന്താ ഇതൊക്കെ അടച്ച. ഇത് ബേക്കഡ് പൊട്ടറ്റല്ല, അത് അടച്ച. അത് കഴിക്കാൻ പറ്റൂലേ? കാട് അമ്മേ തൂക്കല്ലേ. പേടിയാണ്. നിങ്ങൾ കുറേ വട്ടം ഞാൻ തത്തുക്കുന്നു. വലിയ പേടിയാണ്. ഇറങ്ങടാ. ഇനി വെട്ടും കൂടി എടുത്താ സെറ്റ്. ഫർണസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതെടുത്ത് തരണം. എന്തേ നമ്മുടെ പേരെന്താണ്, പിക്കാസ് എടുത്ത് തരണം. അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്. നാളെ കാണാം.